എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാശ്ചര്യമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് കേരളത്തിനെക്കുറിച്ച് പൊതുവെയുള്ള ധാരണ ബുദ്ധിജീവികളുടെ നാട്, യുക്തിവാദികളുടെ നാട്, എല്ലാത്തിനെയും അപഗ്രഥിച്ച് പഠിക്കുന്നവരുടെ നാട്, വിദ്യാസമ്പന്നന്മാരുടെ നാട് എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും ഇത്രയധികം ജനങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും മനസ്സിൽ, സകലമാന ജനങ്ങളുടെയും മനസ്സിൽ എവിടെയോ ഈ ഒരു ഭാവം, ഈ ഞാനും പ്രകൃതിയും ഒന്നാണ്, അതാണല്ലോ ഈശ്വരനും ഞാനും ഒന്നാണ്, ഞാനും പ്രകൃതിയും ഒന്നാണ് എന്നുള്ള ഒരു ബോധം എവിടെയോ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് അറിയാതെ, അല്ല പിന്നെ ഇവരെല്ലാം ഇതിന് വരുന്നത് വെറുതെ ഇങ്ങനെ കുറച്ച് ദീപം ഇങ്ങനെ കാണിക്കുന്നതല്ലാതെ ഇവിടെ വേറെന്ത് അട്രാക്ഷനാണ് ഉള്ളത്? അവർക്ക് ഒരു സാധാരണഗതിയിൽ സെൻഷ്വലായിട്ടുള്ള ഒന്നും ഇതിനകത്തില്ല. ഒരു സിനിമ കാണുന്ന ഒരു സുഖമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാളിൽ പോയി ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ ഒരു സന്തോഷമോ അങ്ങനെയൊന്നുമില്ല. ഒരു പാർക്കിൽ പോകുന്നു, അല്ലെങ്കിൽ ഡിസ്നി ലാൻഡിൽ പോകുന്ന പോലെ ഒന്നുമില്ല. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നടക്കുന്നത്. ആരതി നടക്കുന്നു. ഇത്രയധികം ജനങ്ങൾ ഇത് കാണുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആധ്യാത്മികതയുടെ ദീപം ഈ ആരതിയിൽ എങ്ങനെയോ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഉണർവ് ഇതുണ്ടാക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല.